കർത്താവിൻ്റെ വലിയ നാമം നന്ദിയോടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേകമായിരിക്കുന്ന സമയം ദൈവജനമായിട്ടുള്ള അല്പസമയം ദൈവം ഭാഗ്യചിലവഴിക്കുവാൻ ദൈവം ഒരുക്കി തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവജനം മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ദൈവ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവജനം മാത്രമാണ്. അത് വിശ്വസിക്കുന്ന, അത് പഠിക്കുന്ന, അത് ഏറ്റുചൊല്ലുന്ന ഏവർക്കും വലിയ സമാധാനവും സന്തോഷവും ഉണ്ട് എന്നുള്ള കാര്യം ഈ പ്രത്യേക സമയം ഓർപ്പിക്കുകയാണ്. മനുഷ്യൻ ലോക ജീവിതത്തിൽ കൂടിയായി മുൻപോട്ട് കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ദൈവവചനം വാസ്തവമായി പഠിക്കുന്ന, ദൈവവചനം വാസ്തവമായി ചിന്തിക്കുകയും അതിൽ കൂടിയുള്ളതായിരിക്കുന്ന വചനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് എപ്പോഴും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതമാണ് ദൈവം തൻ്റെ മക്കൾക്കായിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം വാസ്തവമായിരിക്കുന്ന ഒരു വിഷയമാണ്. കുലപക്ഷമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനേക ജീവിതങ്ങൾക്ക് അതൊരു മാതൃകയായിട്ട്, അതൊരു അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന വിഷയം നാം എപ്പോഴും ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. മനുഷ്യ ജീവിതത്തിൽ കൂടെ മനുഷ്യന്റെ പാപത്തെക്കുറിച്ചുള്ള നിലയിൽ അവൻ ബോധമില്ലാത്തവനായിട്ട് ആ വഴിയിലേക്ക് കടന്നു പോകുമ്പോൾ അവനോടുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ടുള്ള അള്ളപ്പാടുകൾ വേദപുസ്തകത്തിൽ ഉടനീളമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേതൊരു വ്യക്തിക്കും അത് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് അല്പസമയം ദൈവവചനമായിട്ട് ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ വചനമായിരിക്കുന്ന സുവിശേഷങ്ങൾ കൂടിയായി യേശു ക്രിസ്തു ലോകത്തോടായി പ്രസ്താവിച്ചിരിക്കുന്ന അനേക വേദഭാഗങ്ങൾ നമുക്ക് ചിന്തനീയമായിട്ട് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും യേശു ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചും പുനരാഗമനത്തെക്കുറിച്ചുമുള്ളതായിരിക്കുന്ന ഭാഗങ്ങളാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം, കർത്താവിന്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കി സുവിശേഷങ്ങൾ വ്യക്തമാക്കുന്ന ധാരാളം ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രത്യേകമായിരിക്കുന്ന സമയം നമ്മളിത് വേദപുസ്തകത്തിന്റെ ചിന്തകൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വേദവാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അങ്ങനെയായ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടതിന്, എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. കർത്താവിന്റെ യാഗം കൊണ്ട് പഠിക്കുമ്പോൾ പാപപരിഹാരം വരുത്തുവാൻ കർത്താവ് ഒരിക്കൽ പ്രത്യക്ഷനായി. നമ്മൾ ഈ വചനത്തോട് ചിന്തിക്കുകയാണെങ്കിൽ ത്രികാല അനുഭവത്തോട് ബന്ധപ്പെട്ട് പഠിക്കുകയാണ്. ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ ഭാവികാലത്ത് അല്ല, ഭൂതകാലം, വർത്തമാനകാലം, ഈ 3 കാലഘട്ടം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഭൂതകാലം അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനായി. ഈ ലോകത്ത് ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനായെങ്കിലും അത് ഭൂതകാലത്തിൽ കർത്താവിന്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു ഭാഗമാണ്. അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്നുള്ള ഭാഗം എബ്രായ ലേഖനത്തിൽ കൂടെ പഠിച്ചു വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ പ്രത്യക്ഷനായിരിക്കുന്ന കർത്താവ് ഇനി ഭാവി കാലത്ത് ചെയ്യുവാൻ പോകുന്ന വേദപുസ്തകത്തിലെ പഠിക്കുന്ന വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അത് വളരെ കൂലങ്കഷമായി പഠിക്കുമ്പോൾ നമുക്ക് ധാരാളം
വേദവാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ, അതായത് വർത്തമാനകാലത്ത് ദൈവമക്കളോട് കർത്താവ് സംസാരിക്കുന്ന വിഷയം എന്താണ്? അതേ ഭാഗത്ത് തന്നെ 24-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, ക്രിസ്തു വാസ്തവമായവന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗ്ഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ഇപ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യം, ഈ വർത്തമാന കാലത്ത് ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ കർത്തൃസന്നിധിയിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാര് ഇപ്പോൾ കർത്താവ് സന്നിധിയില് നമ്മൾ ഏറ്റവും ബന്ധപ്പെട്ടുള്ളവരായിട്ട് വചനം വ്യക്തമാക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഭൂതകാലത്ത് ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനായെങ്കിൽ ആ കർത്താവ് ഇപ്പോൾ തന്റെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നമുക്ക് വചനം വ്യക്തമാക്കുന്ന ധാരാളം ഭാഗങ്ങളുണ്ട്. 10-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരുശീൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനങ്ങൾ ധൈര്യവും ദൈവാലയത്തിലേക്ക് ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം. അപ്പൊ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയില് മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സാക്ഷാൽ പുരോഹിതനാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പുരോഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്ത ഭാഗത്തിരുന്നു കൊണ്ട് മധ്യസ്ഥ അണയ്ക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം. ഇപ്പോൾ കർത്താവ് ആരാണ്? മഹാപുരോഹിതനായിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചെയ്യേണ്ടതായിരിക്കുന്ന വിഷയം എന്താണ്? ദൈവമക്കളെ, നാം വെറും മനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? അടുത്തു ചെല്ലുക. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വർത്തമാനകാലത്ത് നാം ഹൃദയശുദ്ധിയുള്ളവരായി നിഷ്കളങ്കമുള്ള മക്കളായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പുറനിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരിക. ഈ വർത്തമാന കാലത്തിൽ കർത്താവ് അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനായെങ്കിൽ ഈ വർത്തമാന കാലത്ത് നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് എങ്ങനെ വേണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ അടുത്തു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ ദൈവം മതിയായ ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ കൃത്യമായ സമയം നമ്മൾ വചനം പഠിക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനായി എന്നുള്ള വിഷയം നമുക്ക് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂതകാലത്ത് കർത്താവ് പ്രത്യക്ഷനായിരിക്കുന്ന യേശുക്രിസ്തു വർത്തമാന കാലത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നാം വളരെ ഹൃദയശുദ്ധിയുള്ളവരായിട്ട് ദൈവമുമ്പാകെയായിരിക്കുക. ഹൃദയശുദ്ധിയുള്ളവർ അവർ ദൈവത്തെ കാണും എന്നുള്ള വചനം നാം എപ്പോഴും അത് ഓർക്കുന്ന വിഷയമാണല്ലോ. അതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം, ത്രികാല അനുഭവത്തിൽ ഭൂതകാലം, വർത്തമാനകാലം, ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം എന്താണ് ചോദിച്ചാൽ, ഭാവി കാലത്ത് കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ. ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനായെങ്കിൽ എന്തിനു വേണ്ടി കർത്താവ് ലോകത്തിലേക്ക് വന്നു? 1, സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. 2, പാപങ്ങളെ നീക്കുവാൻ. 3, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. കർത്താവ് ഒരിക്കൽ പ്രത്യക്ഷനായെങ്കിൽ സത്യദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ദൗത്യം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഒരു വിഷയമാണ്. പാപങ്ങളെ നീക്കുവാൻ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഏത് പാപത്തിലും ഏത് പാപിയായി ജീവിക്കുന്ന വ്യക്തിയെയും കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിന്റെ പാപം എത്ര കടം ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള
മോചനം നമുക്കുണ്ട്. അതുകൊണ്ട് ഒന്ന്, സത്യദൈവത്തെ നമ്മൾ വെളിപ്പെടുത്തുക. രണ്ട്, പാപങ്ങളെ നീക്കുവാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. മൂന്ന്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അതാണ് ഒരിക്കൽ പ്രത്യക്ഷനായിരിക്കുന്നതായ കർത്താവ്. ഈ മൂന്ന് കാര്യങ്ങളിൽ കൂടെയായി ദൈവവചനം ശക്തമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു അല്ലെങ്കിൽ വല്ലഭനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വർത്തമാന കാലത്തിൽ നമ്മൾ ജീവിതം പാലിക്കേണ്ടതായിരിക്കുന്നതായ നിർമ്മലതയോടും വിശുദ്ധിയോടും പവിത്രമായ ജീവൻ നയിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് അടുത്തു വരുമ്പോൾ പ്രാർത്ഥന കർത്താവ് കേൾക്കുവാനായിട്ട് മതിയായ ദൈവമാണ്. നന്ദിയോടെ സ്തോത്രമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചല്ലോ, ത്രികാല അനുഭവത്തിൽ കൂടെയാണ് ഈ വചനം വളരെ വ്യക്തമാക്കുന്നത്. ഒന്ന്, ഭൂതകാലം. രണ്ട്, വർത്തമാനകാലം. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാവി കാലത്ത് നമ്മൾ പ്രാപിക്കേണ്ടതായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് ഇപ്രകാരം എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതെ, 28-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു വേദവാക്യമാണ് ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. പാപം കൂടാതെ ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനാകും. ആർക്ക് വേണ്ടി? തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് പാപം കൂടാതെ പ്രത്യക്ഷനാകും. ഇതൊരു പ്രത്യക്ഷനായിട്ടില്ല, പ്രത്യക്ഷനാകും. ഭാവികാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. എന്താണ് ഭാവികാലം? ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി പഠിക്കേണ്ട കാര്യം എന്താണ്? ആ വ്യക്തിക്ക് ഭാവിയിൽ ദൈവം നൽകാൻ പോകുന്നായ ഒരു രക്ഷയുണ്ട്. അതാണ് സ്തോത്രം. ഒരു രക്ഷയെ ദൈവമക്കൾ കരസ്ഥമാക്കുക. അതാണ് നമ്മളെപ്പോഴും വേദപുസ്തകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ മാനവരാശിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ, അത് നമ്മളെ രക്ഷ കരസ്ഥമാക്കുക എന്നുള്ള വിഷയമാണ് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന വിഷയം. പാപത്തിലേക്ക് ആണ്ടുപോയ, അല്ലെങ്കിൽ ആദാം നിമിത്തമായി, ആദാം ഹവ്വമാരുടേതായിരിക്കുന്ന പാപം നിമിത്തമായി മനുഷ്യൻ ലോകത്തിലേക്ക് പാപത്തിലേക്ക് ആണ്ടുപോയി. ആ പാപത്തിലേക്ക് ആണ്ടുപോയതായിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവത്തിന്റെ ഏക പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ലോകത്തിലേക്ക്, ആമേൻ, അവൻ കടന്നു വന്നു. ആ പാപത്തെ നീക്കുവാൻ, ആദാമ്യവർഗത്തിന്റെ പാപത്തെ മായ്ച്ചു കളയുവാൻ സാക്ഷാൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് പ്രത്യക്ഷനാകുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പ്രത്യക്ഷനായിരിക്കുന്ന കർത്താവ് ഇപ്പോൾ പുരോഹിതനായി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ നാം പഠിക്കേണ്ട കാര്യം എന്താണ്? ഇനിയും ഒരു ഭാവി കാലമുണ്ട്. സ്തോത്രം. ഭാവി കാലത്ത് ദൈവത്തിലായി അല്ലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് രക്ഷയുണ്ട്. ആ രക്ഷ പ്രാപിക്കുവാനായിട്ട് വേദപുസ്തകം നമ്മൾ അനുശാസിക്കുന്ന ധാരാളം വേദഭാഗങ്ങളുണ്ടെങ്കിലും എല്ലാ ഭാഗങ്ങളും നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്ന വിഷയം എന്താണ്? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കൂട്ടം ദൈവവിശ്വാസികൾ ലോകത്ത് പാർക്കുന്നുണ്ട്. ഒരു കാര്യം വാസ്തവമാണ്, കർത്താവിൽ വിശ്വസിക്കുന്നതായ, അവന്റെ കൽപ്പന പ്രമാണിക്കുന്നവരായ, കർത്താവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് മുൻപോട്ട് പോകുന്ന ജീവിക്കുന്നതായ ഒരു ദൈവത്തിന് രക്ഷ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ രക്ഷയെ കരസ്ഥമാക്കുക. അതെന്ത്? ഭാവി കാലത്ത് നൽകാൻ പോകുന്നൊരു വിഷയമാണ്. നമ്മുടെ പ്രയോജനം പഠിക്കുമ്പോൾ നമുക്കൊരു മഹാ പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യം നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കൾക്ക് ഒരു മഹാപ്രതിഫലമുണ്ട്. ഇവിടെ വായിക്കുന്നത്, ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട്
വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.